ഞങ്ങൾ അങ്ങനെ ജയ്പൂർ എത്തി. 6 മണിക്ക് എത്തണ്ടേ, ഞങ്ങളൊരു 8:30 ആയി എത്തിയപ്പോൾ. ഡബിൾ എക്സ്പ്രസ് ആയിരുന്നു. വന്നപ്പം കുറച്ച് താമസിച്ചു. പക്ഷെ ലോഡ് ഇറക്കിയാൻ തുടങ്ങി, എന്നാലും ഒരുപാടൊന്നും ഇറക്കിയിട്ടില്ല. വലിയ മാർക്കറ്റാണ്. ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുക. വലിയ മാർക്കറ്റാണ്, ഭയങ്കര. നമ്മുടെ വണ്ടി എവിടെയാണ് കിടക്കുന്നത്? ഞാൻ നാളെയും കൊണ്ടേ ഇറക്കി കഴിയത്തുള്ളായിരിക്കും. 2 ദിവസമായിട്ട് ഇറക്കി കഴിയത്തുള്ളെന്ന് തോന്നുന്നു. 2 ദിവസം തന്നെ ഇപ്പോൾ പോസ്റ്റാണ് ഇവിടെ. നമ്മുടെ വണ്ടിയുടെ ലോഡ് ഇറങ്ങിയിട്ടില്ല. 1 ടണ്ണ് സാധനം കണ്ടാണ് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇറക്കിയത്. ബാക്കി ഇനി നാളത്തേക്ക് ഇറക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വെയിറ്റിംഗ്. അത്യാവശ്യം കൊതുകും കാര്യങ്ങളുണ്ട്. തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് രക്ഷയില്ലാത്ത തണുപ്പ്, അന്യായ തണുപ്പ്. ഇവിടെ ഏറ്റവും കൂടുതൽ കരിക്കും കാര്യങ്ങൾ കച്ചവടം നടക്കുന്നുണ്ട്. വണ്ടിക്കകത്ത് 2-3 വണ്ടികൾ കരിക്ക് കിടക്കുന്നത്. അത് എല്ലാം ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടിയാണ്. എവിടുന്ന് വരുന്നതാണെന്നൊരു പിടിയില്ല. പിന്നെ ഈ കിടക്കുന്ന വണ്ടിക്കകത്ത് ഓമയ്ക്കയും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ പോയ മാർക്കറ്റിനകത്തൊന്നും കരിക്ക് അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടുത്തെ ഇതിനകത്ത് ഇഷ്ടം പോലെ കരിക്കും കാര്യങ്ങളും കിടക്കും. ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് കരിക്കുമൊക്കെ ആയിട്ട്. ഇനിയിപ്പം എന്തെങ്കിലും പോയി കഴിക്കണം. വലിയ തണുപ്പിന് മുന്നേ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വണ്ടിക്കകത്ത് കയറണം. രക്ഷയില്ലാത്ത തണുപ്പ്. അപ്പോൾ ശരി.